ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഇനി ഞാൻ പരിചയപ്പെടുന്നത് ക്രിയേഷൻ ലാമിസ് എവരി വൺ എന്ന ഡിയോഡറന്റ് ആണ്. ഇത് പെർഫ്യൂമായിട്ട് ഒരുപാട് ആൾക്കാർക്ക് വളരെ സുപരിചിതമായ ഒരു പ്രൊഡക്റ്റ് ആണ്. സോ ഇങ്ങനെ എവരി വൺ എന്ന് എഴുതിയിട്ട് ഒരു വണ്ണിന്റെ ഷേപ്പിലാണ് ഇത് ഉണ്ടാവുക. അപ്പോ ഇത് ഒരുപാട് പേര്, എനിക്കറിവിടെ എത്ര പേരാണെന്നുള്ളത്, കുറെ നാളായിട്ട് മോസ്റ്റ്ലി ഗൾഫിൽ നിന്നൊക്കെയാണ് ആൾക്കാർ എനിക്ക് ഇതിന്റെ ഫോട്ടോ അയച്ചു തരും. ഇത് ഏത് പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് ആണ്, ഇതിന് നല്ല ഫ്രാഗ്രൻസ് ആണ്, ഇത് നാട്ടിൽ നിൽക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഈ ക്രിയേഷൻ ലാമിസ് ഇവിടെ അത്ര അധികം കാണാത്ത ഒരു ബ്രാൻഡാണ്. പക്ഷെ ഗൾഫ് നാടുകളിൽ വളരെ സുപരിചിതമായ ഒരു ബ്രാൻഡുമാണ്. വലിയ പ്രൈസ് വരാത്ത ഒരു അഫോർഡബിൾ കാറ്റഗറിയിൽ കിട്ടുന്ന ഒരു ബ്രാൻഡാണ്. ഇവിടെ വരെ പെർഫ്യൂംസിന് ഒരു 1000, നമ്മൾ സാപ്പിൾ സോളിഡിന്റെ ആ ഒരു കാറ്റഗറിയിലാണ് ഇതിന്റെ പ്രൈസ് കാണാറുള്ളത്. ചില പെർഫ്യൂംസിന് അത്രയും പ്രൈസ് വരാറുമില്ല. അപ്പൊ ഞാനിത് കുറച്ച് നാളായിട്ട് ഇങ്ങനെ നോക്കിയിരുന്നത് എവിടെയെങ്കിലും ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പോയ ഷോപ്പുകളിലെല്ലാം തന്നെ മോസ്റ്റ്ലി കണ്ടത് ഇതിന്റെ എന്താ പറയുക ഡ്യൂപ്ലിക്കേറ്റ്സ് ആണ്. ഇതിനെ റീഫിൽ ചെയ്തതും അതല്ലെങ്കിൽ ഇതേ രൂപത്തിൽ കൊണ്ടുവന്ന സെക്കൻഡ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ വന്ന സാധനങ്ങളാണ് ഞാൻ കണ്ടത്. അപ്പൊ എനിക്ക് തോന്നി വെറുതെ പെർഫ്യൂം വാങ്ങി അതിന്റെ ഒരു ക്യാഷ് കളയണ്ട, ഇത് ഡിയോഡറന്റ് എടുത്താലും ഇപ്പൊ ഇതിന്റെ സ്മെല്ല് അറിയാലോ. അപ്പൊ അങ്ങനെ ഡിയോഡറന്റ് എനിക്ക് ഒറിജിനൽ കിട്ടിയപ്പോൾ ഞാനത് ഡിയോഡറന്റ് വാങ്ങിച്ചതാണ്. സോ ഇത് ആക്ച്വലി ഞാൻ കാണിക്കാം, ഇത് ഗ്യാസ് ഉള്ളതാട്ടോ. ജസ്റ്റ് ഷേക്ക് ചെയ്തിട്ട്. അപ്പൊ ഇത് ആളുകള് നമ്മളെടുത്ത് ചോദിക്കാനുള്ള കാര്യം എന്താ വെച്ചാല് ഇതിന്റെ ഫ്രാഗ്രൻസ് ആണ്. ഇത് ഏതെങ്കിലും പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് ആണോ, ഇത് എന്താ, ഇത് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണല്ലോ, ഇങ്ങനെയൊക്കെ പലരും പറയാറുണ്ട്. ആക്ച്വലി ഇത് CK1 പെർഫ്യൂമിന്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ ആണ്. മേ ബി CK1ന്റെ ഇൻസ്പയർഡ് ആണ് എന്നുള്ളത് അവർ പറയാതെ പറയുന്നതായിരിക്കും. ഒന്ന് ഈ എവരി വൺ എന്നുള്ള പേര് കൊടുത്തതും പിന്നെ ആ വണ്ണിന്റെ ഷേപ്പിൽ ഉള്ള ഇതിന്റെ 100 ml ബോട്ടിൽ വന്നത്. അപ്പൊ എന്തായാലും ഇത് CK1ന്റെ ഫ്രാഗ്രൻസ് ആണ്, അധികം പറയേണ്ട കാര്യമില്ല. നമുക്ക് ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ളതും നമ്മുടെ ചാനലിൽ ഏറ്റവും അധികം പറഞ്ഞിട്ടുള്ള പെർഫ്യൂംസിലും ഒരെണ്ണമായിട്ടുള്ള CK1ന്റെ ക്ലോൺ ആണത്. അതായത് ഇതിൽ ഫ്രഷ്നെസ് ഉണ്ട്, അതിന്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു ഫ്രൂട്ടി ടച്ച് പോലെ നമുക്ക് തോന്നും. പൈനാപ്പിളിന്റെ ഫ്രാഗ്രൻസ് ഒക്കെ ആയിട്ട് ചെറിയ, പിന്നെ അതിന്റെ കൂടെ തന്നെ ഇത്തിരി ഒരു സ്പൈസിനെസ്സും വരുന്നുണ്ട്, ഒരു കാടമം പോലത്തെ ഒരു സ്പൈസിനെസ് ഒക്കെ. അതിന്റെ കൂടെ ഇതിന്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള വൈറ്റ് ഫ്ലോറൽ നോട്ട്സ്. CK1 എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറയാറുള്ളത് ഒരു ഫ്രഷ് വൈറ്റ് ഫ്ലോറൽ ആണെന്ന് പറയും. അപ്പോൾ ആ ഒരു ഫ്രാഗ്രൻസ് തന്നെയാണ് ഇവിടെയും കിട്ടുന്നുണ്ട്. ഇതിനായിട്ട് സിമിലർ ആയിട്ടുള്ള മറ്റൊരു പെർഫ്യൂം ഏതാ വെച്ചാൽ അസാരോക്രോം ആണ്. അസാരോക്രോമും CK1ഉം ഒരു എന്താ പറയാ അടുത്തടുത്ത് പോകുന്ന ഫ്രാഗ്രൻസുകൾ തന്നെയാണ്. സോ എന്തായാലും അതാണ് ഇതിന്റെ ഫ്രാഗ്രൻസ്. അപ്പൊ ഇനി ആരും തെറ്റിക്കേണ്ട, ഇത് CK1ന്റെ ഒരു ക്ലോൺ ആണ്. അപ്പോ ഇനി ഇതിന്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ, ഇത് ഞാൻ ഇപ്പൊ ഡിയോഡറന്റ് ആയതുകൊണ്ട് ഡിയോഡറന്റിന് പ്രത്യേകിച്ച് പെർഫോമൻസ് ഒന്നുമില്ല. നമുക്കൊരു 30 to 45 മിനിറ്റ്സ് വരെ ഇത് പ്രൊജക്ട് ചെയ്യും. അപ് ടു ഒരു 2 hours വരെ ഇത് ലാസ്റ്റ് ചെയ്യും. അത്രേ ഉള്ളൂ ഈ ഒരു ഡിയോഡറന്റിന്റെ കാര്യം. പെർഫ്യൂം എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാനിപ്പോ എനിക്ക് ഇത് വെച്ചുകൊണ്ട് പെർഫ്യൂം പറയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ആ കാര്യം ഞാൻ പറയുന്നില്ല. എന്നാൽ തന്നെ ചില ആൾക്കാർ വീഡിയോന്റെ താഴെ വന്നിട്ട് പറയും ഈ ഡിയോഡറന്റ് കാണിച്ചുകൊണ്ട് പെർഫ്യൂമിന്റെ കാര്യം പറഞ്ഞു എന്നുള്ളത്. അപ്പൊ എന്തായാലും അങ്ങനെ ഞാൻ പറയാറുമില്ല. ജസ്റ്റ് ഇതാണ് ഇതിന്റെ ഫ്രാഗ്രൻസ് എന്ന് പറയാൻ. ഇപ്പൊ ഡിയോഡറന്റ് ആണെങ്കിലും പെർഫ്യൂം ആണെങ്കിലും അത് അത്ര നമുക്കത് പറയേണ്ട കാര്യമുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു ആംഗിളിലൂടെ കാണുന്നവരെ ഞാൻ സന്തോഷത്തോടു കൂടി ബ്ലോക്ക് ചെയ്യാറുണ്ട്. അത് എനിക്ക് അത് ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും അതുപോട്ടെ. അപ്പൊ ഇത് ഡിയോഡറന്റ് ആണ്. ഡിയോഡറന്റിന് അപ് ടു 2 hours വരെ ഫ്രാഗ്രൻസ് നിൽക്കും. ഇനി ഇതിന്റെ പ്രൈസ് പറയുകയാണെങ്കിൽ ഇത് ഞാൻ ഒരു 300 ചേഞ്ചിനാണ് വാങ്ങിച്ചത്. എനിക്ക് അറിഞ്ഞൂടാ അതിന്റെ ആക്ച്വൽ പ്രൈസ് എത്രയാണെന്നുള്ളത്. കാരണം ഇത് ഇവിടെ ഒഫീഷ്യലി ഉള്ള ഒരു സാധനമല്ല. കുറെ അറബിക്കും പിന്നെ വേറെ എന്തൊക്കെയോ ലാംഗ്വേജസ് ആണുള്ളത്. പിന്നെ ഇവിടെ എന്താ പറയാ മറ്റുള്ള അങ്ങനത്തെ ഡീറ്റെയിൽസ് ആണുള്ളത്. അപ്പൊ ഇവിടുത്തെ ഒരു MRP ഒന്നും ഇതിലില്ല. എന്തായാലും ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടും. വാങ്ങിക്കുന്നത് ഒറിജിനൽ ആണ് എന്ന് ഉറപ്പുവരുത്തുക. വെറുതെ ഇതിന്റെ ഇപ്പൊ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടെന്ന് കടക്കാർ പറഞ്ഞുകൊണ്ട്, അപ്പൊ അതുകൊണ്ട് പൈസ കളയാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ഒറിജിനൽ ആണെന്ന് ഉറപ്പുള്ളത് നോക്കിയിട്ട് വാങ്ങിച്ചോളൂ. ഫ്രാഗ്രൻസ് വൈസ് ഇത് നല്ലതാണ്, യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. പക്ഷെ പെർഫോമൻസ് ഒന്നുമില്ല. അപ്പൊ എന്തായാലും അതൊക്കെയാണ് ഈ ക്രിയേഷൻ ലാമിസ് എവരി വൺ എന്ന ഈ ഒരു ഡിയോഡറന്റിന്റെ ഡീറ്റെയിൽസ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.